Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, celebrate the beauty of life. ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 11 മാസങ്ങളായി അടച്ചിട്ട കാർഡിയോ തൊറാസിക് സർജറി തിയേറ്റർ തുറന്നു. 2023 ഫെബ്രുവരിയിലാണ് ബൈപ്പാസ് സർജറി നിർത്തിവെച്ച് ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിട്ടത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം ജലച്ചായത്തിൽ എ ഗ്രേഡ് നേടിയ ആഹ്ലാദത്തിലാണ് പയ്യന്നൂർ കണ്ടോത്തെ PM സാധിക എന്ന 9ാം ക്ലാസ്സുകാരി. സാധികയും അനുജൻ സായൂജും ചെറുപ്രായത്തിൽ തന്നെ ചിത്രകലാരംഗത്ത് കൈവരിച്ചത് മികച്ച നേട്ടങ്ങൾ. സംസ്ഥാന കേരള സ്കൂൾ കലോത്സവത്തിൽ വടക്കൻ കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിലെ സുപ്രധാന കലാരൂപമായ പൂരക്കളിയിൽ മിന്നും വിജയം നേടി വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. പൂരക്കളിയിൽ എ ഗ്രേഡാണ് വെള്ളൂർ സ്കൂളിലെ കുട്ടികൾ കരസ്ഥമാക്കിയത്. പയ്യന്നൂർ നഗരസഭ മാലിന്യമുക്തം നവകേരളം സ്വച്ഛ് സർവേക്ഷൻ 2024-25 ക്യാമ്പയിന്റെ ഭാഗമായുള്ള സ്വാപ്പ് ഷോപ്പ് മൂരിക്കോവിൽ നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സിൽ തുറന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 11 മാസങ്ങളായി അടച്ചിട്ട കാർഡിയോ തൊറാസിക് സർജറി തിയേറ്റർ തുറന്നു. 2023 ഫെബ്രുവരിയിലാണ് ബൈപ്പാസ് സർജറി നിർത്തിവെച്ച് ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിട്ടത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാർഡിയോ തൊറാസിക് സർജറി തിയേറ്റർ അടച്ചിട്ടത് പാവപ്പെട്ട രോഗികൾക്ക് വലിയ ദുരിതം സൃഷ്ടിച്ചിരുന്നു. പുതുതായി ചുമതലയേറ്റ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ ജയറാം വേഗത്തിൽ തന്നെ സർജറി പുനരാരംഭിക്കുമെന്ന് നെറ്റ്വർക്ക് ന്യൂസിനെ അറിയിച്ചിരുന്നു. അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ആധുനീകരിച്ച മെഡിക്കൽ കോളേജിലെ തൊറാസിക് സർജറി വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറും പ്രശസ്ത കാർഡിയോ തൊറാസിക് സർജനുമായ ഡോക്ടർ പ്രജീഷിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ സ്വദേശിയായ 63-കാരനാണ് നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്ററിൽ ആദ്യ ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത്. രോഗിയുടെ നില തൃപ്തികരമായി തുടരുന്നതായി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുദീപ് അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം ജലച്ചായ മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ ആഹ്ലാദത്തിലാണ് പയ്യന്നൂർ കണ്ടോത്തെ PM സാധിക എന്ന 9ാം ക്ലാസ്സുകാരി. സാധികയും അനുജൻ സായൂജും ചെറുപ്രായത്തിൽ തന്നെ ചിത്രകലാരംഗത്ത് കൈവരിച്ചത് മികച്ച നേട്ടങ്ങളാണ്. കണ്ടോത്തെ PM സാധിക അസാധ്യ കലാകാരിയാണ്. നൃത്തവും വരയും എല്ലാം വഴങ്ങുമെങ്കിലും വരയോടാണ് കൂടുതൽ കമ്പം. ആ സ്നേഹം ഇത്തവണത്തെ സംസ്ഥാന കലോത്സവത്തിൽ ജലച്ചായത്തിൽ എ ഗ്രേഡ് നേടിക്കൊടുത്തിട്ടുമുണ്ട്. അനുജൻ സായൂജും ജില്ലാ കലോത്സവത്തിൽ UP വിഭാഗം ചിത്രരചനയിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയിരുന്നു. മറ്റ് നിരവധി ചിത്രരചനാ മത്സരങ്ങളിൽ പങ്കെടുത്ത് മികച്ച വിജയം കൈവരിച്ചിട്ടുണ്ട് ഈ ചേച്ചിയും കുഞ്ഞനുജനും. പയ്യന്നൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സാധിക. ഈ വർഷം എനിക്ക് സ്റ്റേറ്റ് കലോത്സവത്തിന് വാട്ടർ കളറിന് എ ഗ്രേഡ് ലഭിച്ചു. അവിടെ വിളവെടുപ്പ് എന്ന് പറയുന്നതായിരുന്നു വിഷയം തന്നെ. അപ്പോൾ ഞാൻ കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നെല്ലിൻ്റെ വിളവെടുപ്പാണ് വരച്ചത്. പിന്നെ കഴിഞ്ഞ വർഷം എനിക്ക് സ്റ്റേറ്റിൽ പങ്കെടുക്കാൻ പറ്റി, എ ഗ്രേഡും ലഭിച്ചു. പെൻസിൽ ഡ്രോയിങ്ങിനാണ് പങ്കെടുത്തത്. ഈ വർഷം സ്റ്റേറ്റിൽ എ ഗ്രേഡ് ലഭിച്ചത് കൂടാണ്ട് എനിക്ക് മനോരമേൻ്റെ പത്രക്കാർ പറഞ്ഞിട്ട്
ആർട്ടോഗ്രാഫി എന്ന് പറഞ്ഞൊരു സംഭവം, പുതിയ സംഭവം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. അത് ചെയ്യാൻ പറ്റി. രാജാ രവിവർമ്മേൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ചിത്രം, ശകുന്തളയുടെ ചിത്രം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രം ഞാൻ വരച്ചു. ബാക്കി അതിലവർ ഫോട്ടോഗ്രാഫ് ആഡ് ചെയ്തു. കലോത്സവത്തിന് തന്നെ പങ്കെടുത്ത കുട്ടികളുടെ പോസ്റ്റ് ചെയ്തിട്ടുള്ള, ശകുന്തളേനെ പോലെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോഗ്രാഫ് ആഡ് ചെയ്തു. അത് പത്രത്തിൽ വന്നു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അനുജൻ സായൂജ് വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കണ്ടോത്തെ MK പത്മരാജന്റെയും ക്രാഫ്റ്റ് ടീച്ചറായ PM പ്രീതയുടെയും മക്കളാണ് സായൂജും സാധികയും. കണ്ടോത്തെ PM സാധികയും അനുജൻ സായൂജും വലിയ സന്തോഷത്തിലാണ്. ഇത്തവണത്തെ കലോത്സവത്തിൽ സംസ്ഥാന തലത്ത് ചിത്രരചനയിൽ A ഗ്രേഡ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലാ കലോത്സവത്തിൽ A ഗ്രേഡ് നേടിയിട്ടുണ്ട് സായൂജ് അല്ലേ? അവർക്ക് UP വിഭാഗത്തിന് ജില്ല വരെ മാത്രമേ ഉള്ളതുകൊണ്ട് അപ്പോൾ വലിയ സന്തോഷത്തിലാണ്. അവരുടെ വീടാണെങ്കിൽ ഒരു ചിത്ര വീട് എന്ന് പറഞ്ഞാലും തെറ്റില്ല. അത്തരം മനോഹരമായ ചിത്രങ്ങൾ കൊണ്ട് രണ്ടുപേരും ഈ വീട് നിറച്ചു വച്ചിരിക്കുകയാണ്. പല മാധ്യമങ്ങളിൽ എണ്ണച്ചായത്തിലും ജലച്ചായത്തിലും ഒക്കെ വരയ്ക്കുന്നുണ്ട് അല്ലേ? അത്തരത്തിൽ പെൻസിൽ ഡ്രോയിങ്ങും ഉണ്ട്. അത്തരത്തിൽ വലിയ ഒരു ജൈത്രയാത്ര, വിജയത്തിൻ്റെ ജൈത്രയാത്രയാണ് ഈ കുരുന്നുകൾ ഇവിടെ നടത്തുന്നത്. എല്ലാ ഭാവുകങ്ങളും മക്കൾക്ക് നേരുകയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ണോത്തിനൊപ്പം KN വർഷ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വടക്കൻ കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിലെ സുപ്രധാന കലാരൂപമായ പൂരക്കളിയിൽ മിന്നും വിജയം നേടി വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. പൂരക്കളിയിൽ A ഗ്രേഡാണ് വെള്ളൂർ സ്കൂളിലെ കുട്ടികൾ കരസ്ഥമാക്കിയത്. കേരളത്തിലെ പ്രാചീനോത്സവങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് പൂരോത്സവം എന്ന് പറയുന്നത്. പൂരോത്സവത്തിലെ പ്രധാനപ്പെട്ട ഒരു കലാവിശേഷമാണ് പൂരക്കളി. നമ്മുടെ ഈ കലോത്സവ വേദികളിൽ ഇപ്പോൾ വർഷകാലമായിട്ട് പൂരക്കളി അരങ്ങേറുന്നുണ്ട്. സംസ്ഥാന കേരള സ്കൂൾ കലോത്സവം ഇവിടെ അവസാനിക്കുമ്പോൾ അതിൻ്റെ ഒരു ചൂടും ചുറുക്കോടുകൂടി സംസ്ഥാന കലോത്സവത്തിൽ A ഗ്രേഡോടുകൂടി വെള്ളൂർ സ്കൂളിലെ കുട്ടികൾ നമ്മോടൊപ്പം ഉള്ളത് അവരൊക്കെ തന്നെ ഇവിടെയുണ്ട്. എന്ത് തോന്നുന്നു നമ്മുടെ ഈ സംസ്ഥാന കലോത്സവത്തിൽ പോയിട്ട് നല്ലൊരു മാർക്കോടുകൂടി തിരിച്ച് സ്കൂളിലേക്ക് വന്നപ്പോൾ? ഇങ്ങനൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നോ ശരിക്കും? A ഗ്രേഡോട് കൂടി തിരിച്ചു വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അല്ലേ? അപ്പോൾ എല്ലാവരും ഈ കലോത്സവത്തിന് വേണ്ടിയിട്ട് മാത്രമാണോ പൂരക്കളി പഠിച്ചത്? അതോ നമ്മുടെ ഈ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെയും പൂരക്കളി എന്ന് പറയുന്നത് ഒരു അപൂർവ കലയല്ലല്ലോ അല്ലേ? നമ്മുടെ കാവുകളിലൊക്കെ കളിച്ച് വരുന്നതല്ലേ? അപ്പോൾ ഇതിനു വേണ്ടിയാണോ പഠിച്ചത്? അല്ലെ മുമ്പേ പഠിക്കുന്നുണ്ടോ? കുട്ടിക്കാലത്തെ പഠിക്കുന്നുണ്ടോ? എല്ലാവരും പഠിക്കുന്നുണ്ടല്ലേ? അപ്പോൾ ഈ നിങ്ങളുടെ ഈ പൂരക്കളിയുടെ ഗുരു ആരാ? അപ്പോൾ കൂടുതലും മാഷ് തന്നെ പറയട്ടെ അല്ലേ? സാർ, എന്ത് തോന്നി ഈ ഒരു കലോത്സവത്തിൽ ഇങ്ങനെ ഒരു നല്ല മാർക്കോട് കൂടി ഇവിടെ എത്തിച്ചേർന്നപ്പോൾ? നല്ല സന്തോഷമുണ്ട്. പിന്നെ ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ ജില്ലാ കലോത്സവത്തെ നമ്മളെ സബ് ജില്ലക്ക് തന്നെ നമ്മൾ അപ്പീൽ കൊടുത്തിട്ടാണ് ജില്ലയിലേക്ക് വന്നിനി. അപ്പോൾ അവിടുന്ന് 1ാം സ്ഥാനത്തോടെ കയറി. അതുകൊണ്ട് നല്ല സന്തോഷമുണ്ട്. സംസ്ഥാന തലത്തിൽ വന്നതിൽ നല്ല സന്തോഷമുണ്ട്. നല്ല A ഗ്രേഡോട് കൂടി തന്നെ വന്നതിൽ നല്ല സന്തോഷമുണ്ട്. ഇതിപ്പോൾ ഹൈസ്കൂൾ വിഭാഗം കുട്ടികളല്ലേ അല്ലേ? അപ്പോൾ ഈ സംസ്ഥാന കലോത്സവത്തിൽ ഇപ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ ഈ പയ്യന്നൂരിൽ നിന്ന് ആണ് കൂടുതലും, കണ്ണൂർ ജില്ലാ കലോത്സവത്തിൽ പയ്യന്നൂരിൽ നിന്നാണ് കുട്ടികൾ പോവാറ് സംസ്ഥാന കലോത്സവത്തിലേക്ക്. അതിന് വളരെ സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ പിന്നെ വെള്ളൂർ സ്കൂൾ, ഞാൻ ഹയർ സെക്കൻഡറി വെള്ളൂർ സ്കൂൾ പഠിച്ച സമയത്ത് നമുക്ക് 2 കൊല്ലം നമ്മൾ സ്റ്റേറ്റിൽ പോയിട്ടുണ്ടായി. അതുപോലെ ഹൈസ്കൂൾ ഇതുവരെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വെള്ളൂർ സ്കൂൾ ഹൈസ്കൂൾ സംസ്ഥാന തലത്തിൽ പോകുന്നത്. അതിലൊരു ഭാഗമായിട്ട് അവരെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയതിലൊരു വലിയ സന്തോഷമായിട്ട് കരുതുന്നു. അപ്പോൾ സാർ എത്ര വർഷക്കാലമായിട്ട് ഈ പൂരക്കളി അഭ്യസിപ്പിക്കുന്നുണ്ട്? സാർ എത്ര വർഷമായി പഠിച്ചിട്ടുണ്ട് ഇത്? ഞാൻ പൂരക്കളി ചെറുപ്പം തൊട്ടേ പഠിച്ചതാണ്. പിന്നെ അഭ്യസിപ്പിക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു സ്കൂളിൽ വന്നിട്ട് അഭ്യസിപ്പിക്കുന്നത്. അത് വെള്ളൂർ സ്കൂളിൽ ആയതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എന്നെ പൂരക്കളി പഠിപ്പിച്ചത് സജീഷ് തായനേരി എന്ന് പറഞ്ഞ എൻ്റെ ഗുരുനാഥനാണ്. അപ്പോൾ അദ്ദേഹമാണ് എനിക്ക് പൂരക്കളീനെ കുറിച്ചിട്ടുള്ള എല്ലാം പറഞ്ഞു തരും ചെയ്യൽ. അപ്പം അതും വളരെ ഒരു സന്തോഷം തന്നെയാണ്. ഈ കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ വന്ന് നിൽക്കുമ്പോൾ പൂരക്കളി എന്ന് പറയുന്ന ആ ഒരു കലാരൂപത്തിന് നമ്മളൊരു വിശേഷണം കൊടുക്കുമല്ലോ. ആ പൂരക്കളിയെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ആ ഒരു കലാരൂപത്തിനെ കുറിച്ച്. പൂരക്കളി എന്ന് പറഞ്ഞത് പിന്നെ തീർച്ചയായും നമ്മളെ കളരിപ്പയറ്റിൻ്റെ, അതായത് വട്ടയന്തിരിപ്പ് സമ്പ്രദായത്തിൽപ്പെട്ട മെയ്പ്പയറ്റ് നിന്ന് ഉൾക്കൊണ്ടാണ് പൂരക്കളിയിലെ ചുവടുകളെല്ലാം.
പിന്നെ ഇത് പൂരനാൾ, അതായത് പിന്നെ വസന്തോത്സവം എന്ന പേരിൽ അറിയപ്പെടുന്നത്, അതായത് കാർത്തിക മാസത്തിലെ മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ നമ്മൾ വടക്കൻ മലബാറിൽ പൂരക്കളി പൂരം രീതിയിൽ വരുന്നുണ്ട്. ഈ പ്രാചീന കാലത്തിലൊക്കെ സ്ത്രീകളും കളിച്ചിരുന്നു അല്ലേ പൂരക്കളികളൊക്കെയും. ഈ കലോത്സവ വേദിയിലേക്ക് വരുമ്പോൾ ഇനി അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ? നമുക്ക് പൂരക്കളിയിലേക്ക് പെൺകുട്ടികൾ ഇറങ്ങിത്തിരിക്കുന്ന ഒരു രീതി ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ടോ? ഇപ്പം പൂർണ്ണമായും സ്ത്രീകൾ തന്നെ ഇതിലേക്ക് വരുന്നുണ്ട്. ഇപ്പം എല്ലായിടത്തും സ്ത്രീകൾ തന്നെയാണ് ഇപ്പോൾ പൂരക്കളി കളിച്ചുകൊണ്ട് വരുന്നത്. അതായത് ആദ്യകാലഘട്ടത്തിൽ ഇത് സ്ത്രീകൾ കളിച്ചിരുന്ന കളിയെന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പം പിന്നെ അതിന് ശേഷം പിന്നെ പുരുഷന്മാരെ കീഴടക്കി ഇപ്പം പിന്നെ എല്ലായിടത്തും സ്ത്രീകൾ തന്നെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ കലോത്സവത്തിലേക്ക് വരുമോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഈ ഒരു ഗ്രേഡ് വാങ്ങി നാട്ടിലേക്ക് എത്തിയപ്പോൾ ടീച്ചേഴ്സും വീട്ടിൽ നിന്നൊക്കെ എന്താ പറഞ്ഞത്? എല്ലാവരും പോകുമ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നോ എ ഗ്രേഡോടുകൂടി തിരിച്ചു വരാൻ പറ്റുന്ന കുട്ടികളാണെന്ന് പറഞ്ഞിരുന്നു? ആത്മവിശ്വാസം ഉണ്ടായിരുന്നോ എല്ലാവർക്കും? സ്റ്റേറ്റിൽ പോകുന്നതിൻ്റെ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? എത്രത്തോളം സപ്പോർട്ട് ചെയ്തു ആശാൻ നിങ്ങളെ? കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലേ? അപ്പോൾ എത്ര മിനിറ്റ് പൂരക്കളി എത്ര മിനിറ്റാണ് കലോത്സവത്തിന് കളിക്കേണ്ടത്? 20 മിനിറ്റ്. ആ ഒരു വാശി ഉണ്ടായിരുന്നു അല്ലേ? ആശാൻ്റെ ആ ഒരു പ്രചോദനമായിരുന്നു അല്ലേ? സ്റ്റേറ്റിൽ എന്തായാലും എത്തിക്കുന്നില്ലേ? അപ്പോൾ ആ ഒരു പ്രചോദനത്തോടു കൂടി തന്നെ ഇവിടെ സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. എ ഗ്രേഡോട് കൂടി തന്നെ നമ്മുടെ വെള്ളൂർ കണ്ണൂരിനെ റെപ്രസെൻറ്റ് ചെയ്തതുകൊണ്ട് വെള്ളൂർ സ്കൂളിന് വേണ്ടിയിട്ട് മാർക്ക് നേടിക്കൊണ്ടാണ് ഇവിടെ തിരിച്ചെത്തിയിരിക്കുന്നത് അല്ലേ? അതിൻ്റെ ഒരു സന്തോഷം പ്രത്യേകം തന്നെയാണ്. അതേ കുട്ടികളൊക്കെയും തന്നെ ഇവിടെ സംസ്ഥാന സ്കൂൾ കലോത്സവം അവസാനിക്കുമ്പോൾ പോലും ഇവിടെ കുട്ടികളൊക്കെയും അതിൻ്റെ ചൂടും ചുറുചുറുക്കോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. ഹൈസ്കൂൾ വിഭാഗത്തിൽ ഈ ചരിത്രം മാറ്റിക്കുറിച്ചുകൊണ്ട് വെള്ളൂർ സ്കൂൾ ഇവിടെ എ ഗ്രേഡോടുകൂടി തന്നെ നിൽക്കുമ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് കുട്ടികളും ആശാനും ഒക്കെ തന്നെ. പയ്യന്നൂരാണെങ്കിൽ പോലും അതിൻ്റെ ഒരു സന്തോഷം അവർക്ക് പ്രത്യേകം തന്നെയുണ്ട്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പവിത്രൻ കണ്ടോത്തിനൊപ്പം ചാന്ദിനി. പയ്യന്നൂർ നഗരസഭ മാലിന്യമുക്തം നവകേരളം 2024-25 ക്യാമ്പയിന്റെ ഭാഗമായുള്ള സ്വാപ്പ് ഷോപ്പ് മൂരിക്കോവൽ നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സിൽ തുറന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭ മാലിന്യമുക്ത നവകേരളം സ്വച്ഛ് സർവേഷൻ 2024-25 ക്യാമ്പയിന്റെ ഭാഗമായി പുനരുപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കൾ സൗജന്യമായി ഏൽപ്പിക്കാനും ആവശ്യക്കാർക്ക് സൗജന്യമായി നൽകാനുമുള്ള പയ്യന്നൂർ നഗരസഭയുടെ സ്വാപ്പ് ഷോപ്പ് മൂരിക്കോവൽ നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സിൽ തുറന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഉപേക്ഷിക്കുന്ന പലതിനെയും മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നും പുനരുപയോഗിക്കാൻ കഴിയുന്ന വസ്ത്രങ്ങൾ, ഫാൻസി ആഭരണങ്ങൾ, ഗൃഹോപകരണങ്ങൾ, കളിപ്പാട്ടങ്ങൾ, അലങ്കാര വസ്തുക്കൾ, പുസ്തകങ്ങൾ, പഠനോപകരണങ്ങൾ തുടങ്ങിയ എന്തും വലിച്ചെറിയുന്നതിന് പകരം സ്വാപ്പ് ഷോപ്പിൽ സൗജന്യമായി ഏൽപ്പിക്കാനുള്ള സൗകര്യമാണ് നഗരസഭ ഒരുക്കിയതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ PP കൃഷ്ണൻ, ആരോഗ്യ വിഭാഗം ജീവനക്കാരായ അനീഷ് ലാൽ, അജിത KV, സബിത R, ശുചിത്വ മിഷൻ YP ഹൃദ്യമോൾ ഹരീന്ദ്രൻ, ഹരിതകർമ്മ കോർഡിനേറ്റർ മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. തെയ്യങ്ങളുടെ അണിയലങ്ങൾ ഒരുക്കുന്നതിൽ പ്രത്യേക വൈദഗ്ധ്യം തന്നെയുണ്ട് മാത്തിൽ ആലക്കാട്ടെ കുഞ്ഞുമാണിക്ക്. അച്ഛന്റെ കൂടെ കൂടി നന്നേ ചെറുപ്പത്തിലെ തന്നെ കുഞ്ഞുമാണി ഈ കല വശമാക്കിയിട്ടുണ്ട്. തെയ്യക്കാവുകളിൽ ഉഗ്രമൂർത്തികൾ ഉറയുമ്പോൾ ആടയാഭരണങ്ങൾ ഉണ്ടാക്കിയവരെക്കുറിച്ച് ആരും ഓർത്തെന്നു വരില്ല. അതിൻ്റെ പിന്നിലും വലിയ അധ്വാനമുണ്ട്. 4 പതിറ്റാണ്ടിലേറെക്കാലമായി അണിയലങ്ങൾ ഒരുക്കുകയാണ് മാത്തിൽ ആലക്കാട്ടെ കുഞ്ഞുമാണി. ഇതിൽ ഒരു പ്രത്യേക കരവിരുതു തന്നെയുണ്ട് കുഞ്ഞുമാണിക്ക്. തെയ്യക്കാലം വന്നണഞ്ഞതോടെ തെയ്യച്ചമയങ്ങളിൽ എത്തിച്ചു നൽകേണ്ട തിരക്കിലാണ് കുഞ്ഞുമാണി. പ്രകൃതിയിൽ നിന്നും ശേഖരിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ കൊണ്ട് അണിയലങ്ങൾ ഒരുക്കിയിരുന്ന കാലത്തെക്കുറിച്ച് കുഞ്ഞുമാണിക്ക് ഏറെ പറയുവാനുണ്ട്. ചെറുപ്പത്തിൽ അപ്പനെടുക്കുന്ന കണ്ടിട്ടാണ് കൂടുതൽ തെയ്യത്തിൻ്റെ കാര്യത്തിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടില്ലേ. ആ സമയത്തെല്ലാം തുഞ്ചി കെട്ടൽ, നമ്മൾ ഇനി ഈ വളയൻ എന്ന് പറയുന്ന സംഭവത്തിന് തുഞ്ചി കെട്ടുന്നതെല്ലാം അപ്പൻ്റെ കൂടെ കുറേശ്ശെ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം എൻ്റെ ഭർത്താവും അത് തന്നെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പം അയാളെ കൂടെ കൂടി എല്ലാം കുറേയെല്ലാം പഠിച്ചു, ചെയ്തു തന്നു, കാണിച്ചു തന്നു. ഇപ്പം 40-48 വയസ്സായതിന് ശേഷം ഞാൻ ടൈലറിങ് പഠിച്ചു. ടൈലറിങ് പഠിച്ചത് മെയിൻ കാര്യം ഞാൻ തെയ്യത്തിൻ്റെ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. മറ്റുള്ള സാധനം ചെയ്യുന്നതിനേക്കാളും എനിക്ക് കൂടുതൽ താല്പര്യം, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ പിന്നെ എല്ലാ കാര്യങ്ങളും ഇവർ കാണിച്ചു തന്നു.
അപ്പോൾ എൻ്റെ ഭർത്താവ് തന്നെ ശരിക്കും ഗുരു എന്ന് പറയാൻ എൻ്റെ ഭർത്താവ് തന്നെയാണ്. പച്ചമുണ്ട ചിരണ്ടിയെടുത്ത നാരാണ് ഒരു കാലത്ത് മുടിയായി ഉപയോഗിച്ചിരുന്നത്. ചക്കയരക്കും മെഴുകും ചേർത്തുണ്ടാക്കുന്ന ലായനിയാണ് ഒട്ടിക്കാൻ ഉപയോഗിച്ചിരുന്നത്. കാലം മാറി, ഇന്ന് പലതും വിപണിയിൽ കിട്ടും. തെയ്യക്കോലങ്ങൾക്ക് ആടയാഭരണങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി മാത്രമാണ് കുഞ്ഞുമാണി തയ്യൽ പഠിച്ചത്. കുഞ്ഞുമാണിയുടെ ജീവിതം തന്നെ തെയ്യക്കോലങ്ങൾക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് കണ്ണൻ മുഖത്തെഴുത്തിൽ കൈവഴക്കമുള്ളയാളാണ്. മരണം വരെ തെയ്യം എന്ന കലയുടെ ഭാഗഭാക്കായി തിരുനൃത്തം ചെയ്യുന്ന ദേവചൈതന്യങ്ങളെ അണിയിച്ചൊരുക്കാൻ കഴിയണമെന്നാണ് കുഞ്ഞുമാണിയുടെ ആഗ്രഹം. വളയൻ എന്ന ഇതിൻ്റെ പേര്. ഇതിൻ്റെ പേര് കുസുമം മണി എന്ന് പറയും. ഇത് മരത്തിനെ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. കത്തീനെ കൊണ്ട് കയ്യിൽ വെച്ച് അരിഞ്ഞുണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ പേര് നായിച്ചുള്ളി എന്നാണ്. ഇതൊക്കെ പണ്ട് കാലങ്ങളിലെ ഉണ്ടാക്കുന്ന പോലെ മുരിക്കിൻ്റെ സാധനങ്ങൾ തന്നെയാണ് ഇത്. ഇതിൻ്റെ ഫൈബറിൻ്റെ സാധനങ്ങൾ ഇന്ന് വരുന്നുണ്ട്. അത് അരിയാൻ പറ്റാത്തവർക്ക് ഇന്നത് എളുപ്പത്തിനാക്കാൻ വേണ്ടി മാത്രമാണ് ഇത് പഴയ കാലങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. കുറഞ്ഞു തുള്ളുന്ന തെയ്യങ്ങളുടെ മുമ്പിൽ നിന്ന് അനുഗ്രഹം തേടുമ്പോൾ ഭക്തരുടെ മനസ്സും കണ്ണും നിറയും. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അഗ്നിവേശ് കുഞ്ഞിമംഗലത്തിനൊപ്പം സേതു നെടുമ്പ. ജനുവരി 25, 26 തീയതികളിൽ പയ്യന്നൂരിൽ വച്ച് നടക്കുന്ന KSTEA കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. KSTEA കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ സംഘാടക സമിതി ഓഫീസ് പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ഒരു ഏകോപനം ഉണ്ടാക്കാൻ പാകത്തിൽ സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നമായി ഈ കേരളത്തെ സാമൂഹ്യപരമായും സാംസ്കാരികപരമായും ഉന്നതിയിലെത്തിക്കാൻ അതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ളവരാണ്. ജനുവരി 25, 26 തീയതികളിലാണ് സമ്മേളനം നടക്കുന്നത്. ചടങ്ങിൽ KC മഹേഷ്, K ശശീന്ദ്രൻ, K രഞ്ജിത്ത്, K പ്രകാശൻ, PV സുരേശൻ, K രാജീവൻ, CV ബാബു, K വിജീഷ്, E സുരേശൻ, CR പ്രജീഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. VR നായനാർ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം വായനായനം പുസ്തക പരിചയം കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിൽ വെച്ച് നടന്നു. 150 കുട്ടികൾ 18 വേദികളിലായി പുസ്തക പരിചയം നടത്തി. കുഞ്ഞിമംഗലം കണ്ടകുളങ്ങര VR നായനാർ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം വായനായനം പുസ്തക പരിചയം കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിൽ വെച്ച് നടന്നു. 150 കുട്ടികൾ 18 വേദികളിലായി പുസ്തക പരിചയം നടത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി K ശിവകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ചിലപ്പോൾ നാളെ നിങ്ങൾ കുഞ്ഞിമംഗലം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കാം. നാളെ നിങ്ങൾ ചിലപ്പോൾ ഈ മേഖലയിലെ ഒരു MLA ആയിരിക്കാം. നാളെ ചിലപ്പോൾ നിങ്ങൾ മുഖ്യമന്ത്രി ആയിരിക്കാം, മന്ത്രി ആയിരിക്കാം. എവിടെയാണ് നിങ്ങൾ എത്തുക എന്നുള്ളത് നിങ്ങൾക്കറിയില്ല ഇപ്പോഴും. പക്ഷേ ആ ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ളൊരു ബോധം, എന്ത് ചെയ്യണം എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവരും സ്കൂളിൽ വരുന്നത്, നിങ്ങളെല്ലാവരും എന്തിനാ സ്കൂളിൽ വരുന്ന എല്ലാവരും പഠിക്കാനാണ്. എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഡോക്ടർ YV കണ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം YV സുകുമാരൻ മാസ്റ്റർ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം VV ചന്ദ്രശേഖരൻ മാസ്റ്റർ, T ദേവി ടീച്ചർ, പപ്പൻ കുഞ്ഞിമംഗലം, K മനോഹരൻ, MK ദാമോദരൻ മാസ്റ്റർ, K ശ്രീകേഷ് എന്നിവർ സംസാരിച്ചു. ആദ്യമായാണ് ഒരു UP വിദ്യാലയത്തിൽ ഒരേ സമയം ഇത്രയധികം പുസ്തകങ്ങൾ പരിചയപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. വാർത്തകളിലേക്ക്. തൃക്കരിപ്പൂരിലും പരിസരങ്ങളിലും വീണ്ടും എഴുത്ത് ലോട്ടറി വ്യാപകമാകുന്നു. 10 രൂപയ്ക്ക് 3 അക്ക നമ്പർ എഴുതി നൽകി കേരള ലോട്ടറി റിസൾട്ടിനൊപ്പം പണം നൽകുകയാണ് ലോട്ടറി മാഫിയ ചെയ്യുന്നത്. അംഗീകൃത ലോട്ടറി ഏജൻസിയുടെ മറവിലും രഹസ്യ കേന്ദ്രങ്ങളിലുമായി എഴുത്തു ലോട്ടറി ഇടപാട് നടക്കുന്നതായി പറയുന്നു. ഒരു നമ്പർ എഴുതുന്നതിന് 10 രൂപയാണ് ഇടപാടുകാരിൽ നിന്നും ഇവർ ഈടാക്കുന്നത്. ദിവസവും 50-ൽ കൂടുതൽ എഴുതുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. 10 രൂപയ്ക്ക് 3 അക്ക നമ്പർ എഴുതി നൽകുകയാണ് ചെയ്യുന്നത്. കേരള ലോട്ടറി റിസൾട്ട് നമ്പറിന്റെ അവസാന 3 അക്ക നമ്പർ വന്നുകഴിഞ്ഞാൽ 5000 രൂപയാണ് ഇവർ നൽകുന്നത്. അതിൽ 500 രൂപ ഏജന്റുമാർ കൈക്കലാക്കും. രണ്ടാം സമ്മാനം 2000 രൂപയും 3-ാം സമ്മാനം 1000 രൂപയുമാണ് ഇവർ നൽകുന്നത്. 500, 100 എന്നിങ്ങനെ പ്രോത്സാഹന സമ്മാനങ്ങളും ഇവർ നൽകുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴിയാണ് റിസൾട്ട് എഴുതി നൽകുന്നത്. വാട്സപ്പിൽ 3 അക്ക നമ്പർ അയച്ചു നൽകുന്നതാണ് പുതിയ രീതി. കേരള ലോട്ടറി റിസൾട്ട് വന്നാൽ ലോട്ടറി മാഫിയ റിസൾട്ട് വാട്സപ്പ് വഴി പുറത്തിറക്കും. കേരള ലോട്ടറിയുടെ അവസാന 4 അക്ക നമ്പറിനാണ് 5000 രൂപ സമ്മാനത്തുക.
ഇത് മുതലെടുത്താണ് ലോട്ടറി എഴുത്തു മാഫിയ തഴച്ചു വളരുന്നത്. പരിസര പ്രദേശങ്ങളിൽ എഴുത്ത് ലോട്ടറി വ്യാപകമായിട്ട് നടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരള ലോട്ടറി വിൽപ്പന വളരെ ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മുടെ തൃക്കരിപ്പൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ലോട്ടറി വ്യാപാരികൾക്കും നടന്നു വിൽപ്പനക്കാർക്കും നല്ലോണം ബാധിച്ചിട്ടുണ്ട്. ഭൂട്ടാൻ, സിക്കിം സംസ്ഥാനത്തെ ലോട്ടറി റിസൾട്ട് ആസ്പദമാക്കിയും എഴുത്തു ലോട്ടറി നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് എഴുത്തു ലോട്ടറികളാണ് തൃക്കരിപ്പൂർ, പടന്ന, വലിയപറമ്പ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ടിക്കറ്റ് വളരെ ചെലവ് കുറവാണ്. അതുപോലെ ഓൺലൈൻ വഴി മൂന്നക്ക നമ്പറിന് നടക്കുന്ന ഇത് പരമാവധി ലോട്ടറിക്കാർക്കെല്ലാം വളരെ വിഷമമായിട്ട് ബാധിക്കുന്നുണ്ട്. എഴുത്ത് ലോട്ടറി 3 നമ്പറിന് 5000 ഓൺലൈൻ വഴി ഇപ്പം കൂടുതൽ നടക്കുന്നതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് ചെലവ് കുറവാണ്. ചില ലോട്ടറി വിൽപ്പനക്കാരും എഴുത്തു ലോട്ടറിക്ക് കൂട്ടുനിൽക്കുന്നതായും പരാതിയുണ്ട്. മുടക്കുമുതൽ 10 രൂപയായതിനാൽ വിദ്യാർത്ഥികളും എഴുത്തു ലോട്ടറിയുടെ വലയിൽ വീഴുന്നു. എഴുത്തു ലോട്ടറി വ്യാപകമായതോടെ കേരള ലോട്ടറിയുടെ വിൽപ്പന കുത്തനെ കുറഞ്ഞതായി മുൻപേ തന്നെ വിൽപ്പനക്കാർ പറയുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പാണപ്പുഴ ഗവൺമെന്റ് LP സ്കൂൾ 100ാം വാർഷികാഘോഷ സമാപനം എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം ഗായത്രി വർഷ സാംസ്കാരിക പ്രഭാഷണം നടത്തി. പാണപ്പുഴ ഗവൺമെന്റ് LP സ്കൂൾ 100ാം വാർഷികാഘോഷ പരിപാടികളുടെ സമാപനം എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന്റെ രാഷ്ട്രീയം എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇവിടെ ഇരുത്തുണ്ടല്ലോ, തോളോട് തോൾ ചേർന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ഓണാഘോഷം നടന്നപ്പോൾ എൻ്റെ നാട്ടിലെ ക്ലബ്ബ് നടത്തിയ പരിപാടിയിൽ നാട്ടുകാരനായിട്ട് ഞാൻ പങ്കെടുക്കാൻ വിളിച്ചു. എൻ്റെ നാട്ടുകാരുടെ അഭിസംബോധന എന്ത് എന്ന് കേൾക്കാൻ എനിക്കൊരു കൗതുകം. എന്താണ് കാണുമ്പോൾ ആദ്യം പറയുക. അങ്ങനെ കാതിങ്ങനെ കൂർപ്പിച്ച് നിൽക്കുമ്പോഴാണ് ആദ്യത്തെ ആൾ വരുന്നിരിക്കുന്നു, പിറകിലുള്ള ആൾ അവർക്ക് ഇഷ്ടമുള്ള ആൾ എടുത്ത് കസേര വെച്ചിരിക്കുന്നു. അഭിസംബോധന എന്താ അറിയാം, എന്നെ നിന്നെ എത്ര നാളായി കണ്ടിട്ടു എന്നാണ്. തിരിച്ചും ശരിയാണ്, കുറേ ആയില്ലേ നമ്മൾ കണ്ടിട്ട്. എൻ്റെ നാടായതുകൊണ്ട് എനിക്കറിയാം 6 വീടാണ് വ്യത്യാസം. 6 വീട് വ്യത്യാസമുള്ള എൻ്റെ നാട്ടിലെ 2 അമ്മമാർക്ക് പരസ്പരം കാണാൻ, സൗഹൃദം പങ്കുവെക്കാൻ ഒരു ഓണാഘോഷ പരിപാടി വേണ്ടിവരുന്ന ഒരു കാലത്താണ് പ്രിയപ്പെട്ടവരെ നാം ജീവിക്കുന്നത്. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം ഗായത്രി വർഷ സാംസ്കാരിക പ്രഭാഷണം നടത്തി. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 5 ഫെയിം 1ാം ക്ലാസ് വിദ്യാർത്ഥിനി വേദിക സുരേഷിനെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. മാടായി AEO പി രാജൻ, SSK കണ്ണൂർ DPO ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി, മാടായി SSK BPO വിനോദ് കുമാർ MV, ഡയറ്റ് ലെക്ചറർ ഉണ്ണികൃഷ്ണൻ, KP മനോജ്, PR പ്രഭാകരൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. തൊഴിലുറപ്പ് പദ്ധതിയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്നതാണെന്ന് പുതിയ മാസ്റ്ററിംഗ് തൊഴിലാളികളെ ശ്വാസം മുട്ടിക്കുന്നുവെന്നും ആക്ഷേപമുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ തൊഴിലാളികളെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്നു. പുതിയ മസ്റ്ററിംഗ് തൊഴിലാളികളെ ശ്വാസം മുട്ടിക്കുന്നുവെന്നാണ് ആക്ഷേപം. ആഴ്ചയിലെ തുടക്കത്തിൽ ഫോട്ടോ എടുക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ വേണം അവസാന ദിവസവും ഫോട്ടോ എടുക്കാൻ. ആദ്യത്തെ ദിവസം പണിയെടുക്കുന്ന സ്ഥലത്ത് നിന്നും കിലോമീറ്ററുകളോളം മാറിയായിരിക്കും മിക്കപ്പോഴും അവസാന ദിവസം പണിയെടുക്കുക. തൊഴിലുറപ്പ് തൊഴിലാളികളിൽ ഏറെയും മധ്യവയസ്സ് കഴിഞ്ഞവരാണ്. പുതിയ പരിഷ്കാരം തൊഴിലുറപ്പ് തൊഴിലിനെ ശ്വാസം മുട്ടിക്കുകയാണെന്ന് തൊഴിലാളികൾ പറയുന്നു. തൊഴിലുറപ്പ് തന്നെ ഇല്ലാതാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണോ ഇതെന്നും ഇവർ സംശയിക്കുന്നു. ഇപ്പോൾ ഒരു 10 പറമ്പ് വെച്ചിട്ടാണ് ഇപ്പം ഒരു എസ്റ്റിമേറ്റ് ആക്കുന്നത്. അപ്പം അതിൽ ഒരു പറമ്പിലാണ് ഇപ്പം നമ്മൾ ജിയോ ടാഗ് വന്നിട്ട് ചെയ്യുന്നത്. അപ്പം അവിടെ നിന്നിട്ട് മാത്രമേ നമുക്കിപ്പം ഈ തൊഴിലാളികളെ ഫോട്ടോ എടുക്കാൻ പറ്റുമെന്നാണ്. മുൻപ് വെച്ചാൽ ഇപ്പോൾ ഒരു 10 എസ്റ്റിമേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 5 പറമ്പിലെല്ലാം ഞാൻ 10 ആളെ വെച്ചിട്ട് തൊഴിലാളെ നിർത്തിയിട്ട് ആ സൈറ്റിൽ തന്നെ പോയിട്ട് ഫോട്ടോ എടുക്കലാണെന്ന് വെച്ചാൽ പ്രായമുള്ളവർക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പ്രായമുള്ളവരായാലും ജിയോ ടാഗ് ചെയ്ത ആ സ്ഥലത്ത് വന്നിട്ട് തന്നെ 2 നേരം ഫോട്ടോ എടുക്കേണ്ട ഒരു പ്രശ്നമാണ്. അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. പ്രായമുള്ളവരെല്ലാം നടന്നിട്ട് അതും രാവിലെ വന്നൊരു ഫോട്ടോ എടുത്തു, ഉച്ചക്കും അതേ സ്ഥലത്ത് വന്നിട്ട് ഫോട്ടോ എടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം എത്ര ദൂരം പറമ്പുണ്ടെങ്കിലും അവിടത്തേക്ക് അവർക്ക് പണിയെടുക്കാൻ പോകാൻ വേണ്ടിയിട്ട്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കുറിക്കുകൊള്ളുന്ന രാഷ്ട്രീയ സാമൂഹ്യ വിമർശനങ്ങളാണ് ജയരാജ് വെള്ളൂരിന്റെ കാർട്ടൂണുകളുടെ പ്രത്യേകത. വർത്തമാനകാലത്തെ പുഴുക്കുത്തുകളിലേക്ക് ജയരാജ് കണ്ണും കാതും തുറന്നുവച്ചിരിക്കുന്നു. സാമൂഹ്യ തിന്മകളോട് പോരാടാൻ പലരും പല വഴികൾ തേടാറുണ്ട്.
ജയരാജ് വെള്ളൂർ തിരഞ്ഞെടുത്തത് കാർട്ടൂണാണ്. ഗണിതശാസ്ത്രത്തിൽ ബിരുദവും മാസ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദാനന്തര ബിരുദവുമുള്ള ജയരാജിന് പക്ഷേ ചിത്രകലയിൽ ഔപചാരിക പരിശീലനമൊന്നുമില്ല. കേരള കൗമുദി വീക്കെൻഡ് മാസികയിലാണ് ആദ്യ കാർട്ടൂൺ അച്ചടിച്ചു വന്നത്. കുറിക്കൊള്ളുന്ന രാഷ്ട്രീയ സാമൂഹ്യ വിമർശനങ്ങളാണ് ജയരാജ് വെള്ളൂരിന്റെ കാർട്ടൂണുകളുടെ പ്രത്യേകത. അവിടെ വീടിനേക്കാൾ വലിയ പടിപ്പുര പണിയുന്നത് പോലെ പുസ്തകത്തേക്കാൾ വലിയ മുഖക്കുറിപ്പ് എഴുതി ചേർക്കുന്നവരെ പരിഹസിക്കുന്നുണ്ട്. സീരിയലുകളിൽ മുങ്ങിത്താഴുന്നവരെക്കുറിച്ചുള്ള വേദനയുണ്ട്. ഉത്തരാധുനിക സാഹിത്യം എന്ന പേരിൽ പലരും പടച്ചുവിടുന്നതിനെക്കുറിച്ച് മുന്നും പിന്നും നോക്കാതെ വാഴ്ത്തുന്നവരെക്കുറിച്ചുള്ള ചിരിയുണ്ട്. ജയരാജന്റെ കാർട്ടൂൺ കാണുമ്പോൾ തീർച്ചയായും അത് ഒരു പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് തോന്നിയേക്കാം. എന്നാൽ അത് ഒരു പരിമിതിയായി കാണേണ്ടതില്ല. വ്യക്തമായ ഒരു കാഴ്ചപ്പാടാകാമതെന്ന് കാർട്ടൂണുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. R.K. ലക്ഷ്മൺ, ചാർലി ചാപ്ലിൻ, മാർക്കേസ് മുതൽ E.K. നയനാർ, ഉമ്മൻചാണ്ടി, മൻമോഹൻ സിംഗ് വരെയുള്ളവരുടെ കാരിക്കേച്ചറുകളും ഇദ്ദേഹത്തിന്റെ വരയുടെ വൈദഗ്ധ്യം വിളിച്ചോതുന്നു. കുറിച്ചൊരു പഴഞ്ചൊല്ലുണ്ട്, 1000 വാക്കുകൾക്ക് ഒരു വര. ചൈനീസ് പഴമൊഴിയാണ്. കാർട്ടൂണിൻ്റെ തത്വം തന്നെയാണ്. നമ്മൾ കാർട്ടൂണിൽ പറയുന്നത് വലിയ വലിയ കാര്യങ്ങൾ ആയാൽ തന്നെ ചെറിയ വരയിലൂടെ ഇങ്ങനെ നമുക്കത് പ്രകാശിപ്പിക്കാനുള്ളതാണ്. ആ ഒരു അവസ്ഥ തന്നെയാണ് ഇതിനെ തളർത്താതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മാത്തിൽ MVM കുഞ്ഞുവിഷ്ണു നമ്പീശൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റോർ റൂം ഉദ്ഘാടനം ചെയ്തു. ടി മധുസൂദൻ MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മാത്തിൽ MVM കുഞ്ഞുവിഷ്ണു നമ്പീശൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കിച്ചൺ കം സ്റ്റോർ റൂം ഉദ്ഘാടനം ചെയ്തു. ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയിലാണ് കിച്ചൺ കം സ്റ്റോർ റൂം നിർമ്മിച്ചത്. 8,58,000 രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം നടത്തിയത്. TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഈ സംസാരം ഉപസംഹരിക്കാമെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാശംസകൾ നേരുന്നു. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് കളിക്കുക, നന്നായിട്ട് SPCയും സ്കൗട്ട്സും റെഡ് ക്രോസും എല്ലാം അവരുടെ ജീവിതത്തിൻ്റെ ചിട്ട ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാൻ ഉള്ള പരിശീലനങ്ങളൊക്കെ ഏർപ്പെടുക. ആഹ്ലാദചിത്തരായി ഈ സ്കൂളിൽ നിന്ന് പഠിച്ച് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കണം. നിങ്ങൾക്കറിയാം, സ്കൂളിൽ യുവജനോത്സവം നടക്കുന്ന ഒരു സന്ദർഭമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം M രാഘവൻ, K പത്മിനി, TM സതീശൻ മാസ്റ്റർ, AEO ജ്യോതിബാസു, KV സുരേഷ് ബാബു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കണ്ണൂർ ജില്ലയിൽ നിന്നും ബെസ്റ്റ് CPOയ്ക്കുള്ള അവാർഡ് നേടിയ കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സന്തോഷ് മാസ്റ്ററെ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം M രാഘവൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ റൂറൽ പോലീസ് ജില്ലാ പരിധിക്ക് കീഴിൽ വരുന്ന 47 SPC ബറ്റാലിയനിലെ 94 CPOമാരിൽ നിന്നും ബെസ്റ്റ് CPOയ്ക്കുള്ള അവാർഡ് നേടിയ കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബയോളജി അധ്യാപകനായ സന്തോഷ് മാസ്റ്ററെ സ്കൂൾ PTA-യുടെയും സഹപ്രവർത്തകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ അനുമോദിച്ചു. പിതാവ് പരേതനായ ശങ്കരൻ പോലീസിന്റെ പാത പിന്തുടർന്ന് പോലീസ് സേനയിൽ ഉദ്യോഗസ്ഥനാകണമെന്ന ആഗ്രഹം സഫലമായെങ്കിലും കരിവെള്ളൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന് 2019 അനുവദിച്ചു കിട്ടിയ SPCയുടെ ചുമതല സ്വയം ഏറ്റെടുത്തുകൊണ്ട് തന്റെ ആഗ്രഹം സഫലമാക്കുകയായിരുന്നു സന്തോഷ് മാസ്റ്റർ. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം M രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സന്തോഷ് മാസ്റ്ററുടെ പശ്ചാത്തലം, ഒരു പോലീസ് കുടുംബത്തിലെ അംഗമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പിതാവ് ശങ്കരേട്ടനെ എനിക്കറിയുന്നതാണ്. അപ്പോൾ വളരെ ചെറുപ്പത്തിലൊക്കെ തന്നെ നമ്മൾ പോലീസ് ശങ്കരേട്ടനെ കാണുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള സന്തോഷ് മാസ്റ്റർ ഈ യൂണിഫോം അണിഞ്ഞു നിൽക്കുമ്പോൾ നല്ലൊരു പോലീസ് സേനയിലെ അംഗമാണ് എന്ന് നമുക്ക് തോന്നും. എല്ലാം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകൃതം കൊണ്ട് തന്നെ ഒരു കണിശക്കാരനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ്. പയ്യന്നൂർ സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീഹരി ഉപഹാര സമർപ്പണം നടത്തി. വാർഡ് മെമ്പർ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, PTA പ്രസിഡന്റ് K രമേശൻ, മദർ PTA പ്രസിഡന്റ് KV പ്രീത, ഹെഡ് മിസ്റ്റേഴ്സ് P മിനി, SMC ചെയർമാൻ രാജൻ, K സന്തോഷ്, MV ശ്രീജ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കുഞ്ഞിമംഗലം തെക്കുംപാട് തമ്പാൻ വൈദ്യർ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന് നിർമ്മിച്ച
സ്റ്റേജിന്റെയും ഗ്രൗണ്ട് ഇന്റർലോക്ക് വർക്കിന്റെയും മിനി ഓഡിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനം നടന്നു. എം വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കുഞ്ഞിമംഗലം തെക്കുംപാട് തമ്പാൻ വൈദ്യർ സ്മാരക വായനശാല ഗ്രന്ഥാലയം MLAയുടെ പ്രത്യേക വികസന നിധി ഉപയോഗിച്ച് നിർമ്മിച്ച സ്റ്റേജിന്റെയും ഗ്രൗണ്ട് ഇന്റർലോക്ക് വർക്കിന്റെയും ഗ്രന്ഥാലയം നിർമ്മിച്ച മിനി ഓഡിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനം നടന്നു. എം വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്പോ അത് യാഥാർത്ഥ്യത്തിൽ എത്തിക്കുകയും ഇന്ന് ഈ ഓഡിറ്റോറിയം ഈ നാട്ടിലെ ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും നമ്മുടെ നാടിൻ്റെ സമഗ്രമായ വികസനം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വായനശാല. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ മാത്രം ഇന്നിപ്പോൾ ഇവിടെ ഓഡിറ്റോറിയത്തിന് ഉദ്ഘാടനം നടക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് MLAയുടെ തന്നെ ഞാൻ MLA ആയതിനു ശേഷം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് കൊടുത്ത 10 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് അതായത് യുവശക്തി വായനശാലയുടെ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തത്. ഒരു 6 മാസം മുന്നെയാണ് AKG പറമ്പത്ത് അവർ ഞാൻ MLA ആയതിനു ശേഷം എന്നെ കൊണ്ട് കാണുകയും ഒരു ഓഡിറ്റോറിയത്തിന്റെ ആവശ്യം പറയുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ദീപു MV, ഗ്രാമപഞ്ചായത്ത് അംഗം V ലക്ഷ്മണൻ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി K ശിവകുമാർ, KV വാസു, V ശങ്കരൻ, A ശ്രീധരൻ മാസ്റ്റർ, P വിജയലക്ഷ്മി ടീച്ചർ, A ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പെൻഷനേഴ്സ് സംഘ് 27ാം ജില്ലാ സമ്മേളനം ജനുവരി 8-9 തീയതികളിൽ 7 യോഗക്ഷേമ സഭ ജില്ലാ മന്ദിരത്തിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് കണ്ണൂർ ജില്ലാ സമ്മേളനം ജനുവരി 8-9 തീയതികളിൽ 7 യോഗക്ഷേമ സഭ ജില്ലാ മന്ദിരത്തിൽ തയ്യാറാക്കിയ P ബാലൻ നഗറിൽ നടക്കും. 8 ഉച്ചയ്ക്ക് 2 മണിക്ക് ജനറൽ കൌൺസിൽ നടക്കും. 9 രാവിലെ 10 മണിക്ക് പ്രതിനിധി സമ്മേളനം MG പുഷ്പാങ്കദൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് T ശിവദാസൻ അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ PP കരുണാകരൻ മാസ്റ്ററെ ആദരിക്കും. KP നാരായണൻ ആദരഭാഷണവും പ്രശാന്ത് ബാബു കൈതപ്രം മുഖ്യപ്രഭാഷണവും നടത്തും. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 300ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി K വിനോദ്, ജില്ലാ പ്രസിഡന്റ് T ശിവദാസൻ, സെക്രട്ടറി NV മോഹനൻ, AK നാരായണൻ നമ്പൂതിരി, P നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പിലിക്കോട് നടന്നുവരുന്ന ഫാം കാർണിവലിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ഓൺ ദി ജോബ് പരിശീലന പദ്ധതിക്ക് തുടക്കമായി. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഒരുക്കിയ ഫാം കാർണിവൽ കർഷകർക്കും കൂട്ടായ്മകൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ആസ്വാദ്യകരമാവുകയാണ്. കാർണിവലിന്റെ ഭാഗമായി വിവിധ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ഓൺ ദി ജോബ് ട്രെയിനിംഗ് പ്രോഗ്രാം നടത്തി. കേന്ദ്രത്തിലെ പട്ടേൽ ഹാളിൽ നടന്ന പരിശീലന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. വെള്ളത്തിലിറങ്ങാണ്ട് മീൻ പിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഹാർഡ് വർക്ക് ഫൈൻസ് സ്കൂൾസ്. കഠിനാധ്വാനം ചെയ്താൽ അതിന്റെ ഫലം കിട്ടും. തീർച്ചയായിട്ടും നമ്മൾ നല്ല ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് പഠിക്കാൻ വേണ്ടി കഴിയും. ഏത് പ്രവർത്തനത്തിലും നമ്മുടേതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. ഇപ്പോ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഖുർആനല്ലേ അല്ലേ? മുസ്ലിം മതവിശ്വാസികൾക്ക് ഖുർആൻ പോലെ ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് ബൈബിള് പോലെ ഹിന്ദു മതവിശ്വാസികൾക്ക് രാമായണം, ഭഗവത്ഗീതയായിക്കോട്ടെ അല്ലേ? ആ ഭഗവത്ഗീത പോലെ മക്കളെ അല്ലേ തിരുവള്ളൂരിന്റെ തിരുക്കുറളുണ്ട്. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ T വനജ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഡോക്ടർ AV മീര മഞ്ജുഷ, PK രതീഷ്, അളക ബാലൻ, കൈകോട്ടുകടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ബിജു പ്രമോദ്, തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക K നീന എന്നിവർ സംസാരിച്ചു. വ്യത്യസ്ത വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബാംഗ്ലൂരു TD ഹെൽത്ത് ആൻഡ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ TP സേതുമാധവൻ കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കേരള സ്റ്റേറ്റ് ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് ഫെഡറേഷൻ CATU സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വടക്കൻ മേഖലാ ജാഥയ്ക്ക് ജനുവരി 15-ന് പയ്യന്നൂരിൽ സ്വീകരണം നൽകും. സംഘാടക സമിതി രൂപീകരണ യോഗം CATU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു.
ചുമട്ടുതൊഴിലാളി നിയമത്തിൽ കാലോചിത മാറ്റം വരുത്തുക, തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വടക്കൻ മേഖലാ ജാഥയ്ക്ക് ജനുവരി 15 രാവിലെ 9 മണിക്ക് പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ സ്വീകരണം നൽകും. സംഘാടക സമിതി രൂപീകരണ യോഗം CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. വലിയ തോതിലുള്ള പ്രതിസന്ധികൾ രൂപപ്പെട്ടു വരികയാണ്. ഒന്ന്, ഹൈക്കോടതിയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് വ്യവസായികൾ, വ്യാപാരികൾ ഹൈക്കോടതിയെ സമീപിച്ച് അവർക്ക് ഇഷ്ടമുള്ള തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കോടതി വിധി സമ്പാദിക്കുകയും അതേ തുടർന്ന് നമ്മുടെ സംസ്ഥാനത്തിനകത്ത് എല്ലാ ജില്ലകളിലും ആ ഉടമകളെ അവർ കൊണ്ടുവരുന്ന തൊഴിലാളികളെ കൊണ്ട് സ്ഥിരമായി ജോലി ചെയ്യിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിനകത്ത് ഓരോ ദിവസം കഴിയുന്നതോടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. KK കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. UV രാമചന്ദ്രൻ, VK ബാബുരാജ്, KU രാധാകൃഷ്ണൻ, PV പത്മനാഭൻ, TT രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികളായി PV കുഞ്ഞപ്പനെ ചെയർമാനായും TT രാജനെ കൺവീനറായും തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 2 ദിവസങ്ങളിലായി നടന്നുവന്ന കരിവെള്ളൂർ തെരു മഠപ്പള്ളി സോമേശ്വരി ക്ഷേത്ര കളിയാട്ട മഹോത്സവം സമാപിച്ചു. സമാപന ദിവസം അനുഗ്രഹം വാങ്ങാൻ പതിനായിരങ്ങളാണ് ക്ഷേത്രസന്നിധിയിലേക്ക് എത്തിയത്. രണ്ട് ദിനങ്ങളിലായി നടന്നുവന്ന കരിവെള്ളൂർ തെരു മഠപ്പള്ളി സോമേശ്വരി ക്ഷേത്ര കളിയാട്ട മഹോത്സവം സമാപിച്ചു. സമാപന ദിവസം വൈകിട്ട് മൂവാളംകുഴി ചാമുണ്ടി അരങ്ങിലെത്തി. അസുരവധാനന്തരം ധനധാന്യ ഐശ്വര്യങ്ങൾ തൃക്കണ്യാലപ്പന്റെ സന്നിധി പൂകിയ ദേവിയാണ് മൂവാളംകുഴി ചാമുണ്ടി. ഇളയപുരത്തു തന്ത്രി തന്റെ നേരെ തിരിച്ചുവിട്ട ഈ കൊടിയ കാളിയെ എടമനത്തന്ത്രി ചെമ്പുകിടാരത്തിൽ ആവാഹിച്ച് കുഴിച്ചിട്ടു എന്നും ആ സമയം വലിയ ശബ്ദത്തോടെ ഭൂമി പിളർന്ന് 3 വാളുകളോടെ പുറത്തേക്ക് വന്ന് മൂവാളംകുഴി ചാമുണ്ടി എന്ന് പേരുണ്ടായി എന്നും ഒരു നാൾ തൃക്കണ്യാലിലെത്തിയ നഗരച്ചെട്ടിയാരുടെ കെട്ടും നെറിയും കുറിയും അച്ചടക്കവും ആചാരവും കണ്ട് കൈയഴിച്ചുകൂടാ എന്നു കരുതി ദേവി കൂടെ പോന്നു എന്നും അന്നുതൊട്ട് ശാലിയർക്ക് കുലദേവതയായി മൂവാളംകുഴി ചാമുണ്ടി മാറിയെന്നുമാണ് ഐതിഹ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. രാമന്തളി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഏർപ്പ് കൊടിയേറ്റ മഹോത്സവം ഫെബ്രുവരി 10 മുതൽ 17 വരെ നടക്കും. മഹോത്സവത്തിന്റെ ഫണ്ട് ശേഖരണോദ്ഘാടനം ക്ഷേത്രസന്നിധിയിൽ നടന്നു. ഫെബ്രുവരി 10 മുതൽ 17 വരെ നടക്കുന്ന രാമന്തളി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഏർപ്പ് കൊടിയേറ്റ മഹോത്സവത്തിന്റെ ഫണ്ട് ശേഖരണോദ്ഘാടനം ക്ഷേത്രസന്നിധിയിൽ നടന്നു. ഡോക്ടർ KP ബാലകൃഷ്ണ പൊതുവാളിൽ നിന്നും നവീകരണ സമിതി ചെയർമാൻ കോടിയത്ത് കൃഷ്ണ പൊതുവാൾ ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് KP സുരേശൻ അധ്യക്ഷത വഹിച്ചു. നവീകരണ കമ്മിറ്റി കൺവീനർ KP ബാലകൃഷ്ണൻ, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ നളിനാക്ഷൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ ജഗദീഷ് പ്രസാദ്, സെക്രട്ടറി KM അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ, നവീകരണ സമിതി, മാതൃസമിതി അംഗങ്ങൾ, ക്ഷേത്രം ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. താവം വേട്ടക്കുറുമകൻ ക്ഷേത്ര കളിയാട്ടത്തിന്റെ ഭാഗമായി തിരുവാതിര കളി അരങ്ങേറി. മാതൃസമിതി അംഗങ്ങളും പ്രദേശത്തെ വനിതകളും പങ്കെടുത്തു. താവം ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്ര കളിയാട്ടത്തിന്റെ ഭാഗമായി മാതൃസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ തിരുവാതിര കളി അരങ്ങേറി. കോമളവല്ലി രാധാകൃഷ്ണൻ, വത്സല കുഞ്ഞിക്കണ്ണൻ, പ്രീത പ്രേമചന്ദ്രൻ, പുഷ്പ രാമചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 11 മാസങ്ങളായി അടച്ചിട്ട കാർഡിയോതൊറാസിക് സർജറി തിയേറ്റർ തുറന്നു. 2023 ഫെബ്രുവരിയിലാണ് ബൈപ്പാസ് സർജറി നിർത്തിവെച്ച് ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിട്ടത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം ജലച്ചായത്തിൽ എ ഗ്രേഡ് നേടിയ ആഹ്ലാദത്തിലാണ് പയ്യന്നൂർ കണ്ടോത്തെ PM സാധിക എന്ന 9ാം ക്ലാസ്സുകാരി. സാധികയും അനുജൻ സായൂജും ചെറുപ്രായത്തിൽ തന്നെ ചിത്രകലാരംഗത്ത് കൈവരിച്ചത് മികച്ച നേട്ടങ്ങൾ. സംസ്ഥാന കേരള സ്കൂൾ കലോത്സവത്തിൽ വടക്കൻ കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിലെ സുപ്രധാന കലാരൂപമായ പൂരക്കളിയിൽ മിന്നും വിജയം നേടി വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. പൂരക്കളിയിൽ എ ഗ്രേഡാണ് വെള്ളൂർ സ്കൂളിലെ കുട്ടികൾ കരസ്ഥമാക്കിയത്. പയ്യന്നൂർ നഗരസഭ മാലിന്യമുക്തം നവകേരളം സ്വച്ഛ് സർവേക്ഷൺ 2024-25 ക്യാമ്പയിന്റെ ഭാഗമായുള്ള സ്വാപ്പ് ഷോപ്പ് മൂരിക്കോവൽ നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സിൽ തുറന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.